Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് അസേർഷൻ റീസൺ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യം നോക്കാം. രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഒന്ന് പ്രസ്താവന എ, മറ്റൊന്ന് കാരണം ആർ. പ്രസ്താവന എ: തെളിഞ്ഞ ആകാശത്തിന്റെ നിറം നീലയാണ്. കാരണം ആർ: നീലപ്രകാശത്തിന് ചുവപ്പിനേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്, അതിനാൽ കൂടുതലായി വിസരണം ചെയ്യപ്പെടുന്നു. ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ: പ്രസ്താവനയും കാരണവും ശരിയാണ്, ഒപ്പം കാരണം ശരിയായ വിശദീകരണമാണ്. ഓപ്ഷൻ ബി: രണ്ടും ശരിയാണ്, പക്ഷേ കാരണം ശരിയായ വിശദീകരണമല്ല. ഓപ്ഷൻ സി: പ്രസ്താവന ശരിയാണ്, പക്ഷേ കാരണം തെറ്റാണ്. ഓപ്ഷൻ ഡി: പ്രസ്താവന തെറ്റാണ്, പക്ഷേ കാരണം ശരിയാണ്. ഏതാണ് ശരിയുത്തരം? നമുക്ക് ഈ ആശയം ഒന്ന് പരിശോധിച്ചു നോക്കാം. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന ചിത്രം ശ്രദ്ധിക്കൂ. അന്തരീക്ഷത്തിലെ ചെറിയ കണികകൾ പ്രകാശത്തെ വിസരണം ചെയ്യുന്നു. ആദ്യം പ്രസ്താവന പരിശോധിക്കാം. ഈ കണികകൾ തരംഗദൈർഘ്യം കുറഞ്ഞ നീലപ്രകാശത്തെ കൂടുതലായി വിസരണം ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിന് നീല നിറം ലഭിക്കുന്നു. ഇത് നമ്മുടെ പ്രസ്താവനയുമായി കൃത്യമായി യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രസ്താവന ശരിയാണ്. ഇനി കാരണം പരിശോധിക്കാം. ചുവപ്പ് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം നീലപ്രകാശത്തേക്കാൾ ഏകദേശം 1.8 മടങ്ങ് കൂടുതലാണ്. അതായത് നീലപ്രകാശത്തിന്റെ തരംഗദൈർഘ്യം ചുവപ്പിനേക്കാൾ കുറവാണ്, കൂടുതലല്ല. അതുകൊണ്ട് നീലയ്ക്ക് തരംഗദൈർഘ്യം കൂടുതലാണെന്ന് പറയുന്ന കാരണം തെറ്റാണ്. അപ്പോൾ നമ്മുടെ അന്തിമ നിഗമനം എന്താണ്? പ്രസ്താവന ശരിയാണ്, പക്ഷേ കാരണം തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി മുകളിലെ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ. ഗംഭീരം! നമ്മൾ ഈ ആശയം പൂർണ്ണമായും മനസ്സിലാക്കി. ഹാപ്പി ലേണിംഗ്!